ഹലോ. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, എന്നിട്ട് വീഡിയോ തുടങ്ങാം. ഈ രേണുസുധിയുടെ PR അല്ലെങ്കിൽ കുറച്ച് അന്ധ ഫാൻസ് അവര് എല്ലാവരുടെയും കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ഇടുന്നത് പോലെ എൻ്റെ കമന്റ് ബോക്സിലും വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, എന്നെ അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. എനിക്ക് മറുപടി തരണം എന്ന് തോന്നുന്ന കമന്റ്സിന് ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല എന്ന് തോന്നുന്ന കമന്റ്സ് ഞാൻ മൈൻഡ് പോലും ചെയ്യാറില്ല. നിങ്ങൾ ഇടുന്നതിന് എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ മൈൻഡ് ചെയ്യാൻ വരുന്നില്ല. ഞാൻ വായിക്കും എന്നല്ലാണ്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം എനിക്ക് അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഓക്കെ. ഇനി വീഡിയോ. ബിഗ് ബോസ് അതില് നോറ ആൻഡ് ആദില അവര് രേണുസുധിനെ കുറിച്ചിട്ട് ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവര് ഫൗണ്ടേഷൻ ഇട്ടിട്ട് വന്നു കഴിഞ്ഞാൽ പ്രേതത്തെ പോലെ ഇരിക്കും, രാവിലെ എഴുന്നേക്ക് വേണ്ട പേടിക്കുന്നൊക്കെ. ഈ സൗന്ദര്യം ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അഹങ്കാരം ഉണ്ടല്ലോ. ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അത്ര ഉള്ളൂ ഈ സൗന്ദര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ പേരിൽ കൂടുതൽ അങ്ങോട്ട് അഹങ്കരിക്കുകയും ബാക്കിയുള്ള ആൾക്കാരെ അടിച്ച് താഴ്ത്തി സംസാരിക്കുകയും ചെയ്യരുത്. ഇതിലുള്ള മറുപടികളുണ്ടല്ലോ, മുകളിൽ ഇരിക്കുന്നവൻ ഏത് സമയത്ത് തരും എന്ന് പറയാൻ പറ്റത്തില്ല. അത് ആലോചിച്ചിട്ട് സംസാരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ അനീഷ് അങ്ങനെ ചൊറിയനാണോ, അതൊരു മാതിരി വെകളെ പിടിച്ച സ്വഭാവമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ അങ്ങേര് കാണിക്കുന്നുണ്ട്. അങ്ങേർക്ക് തന്നെ ബോധമില്ലാന്ന് തോന്നുന്നു. അങ്ങേര് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഒറ്റപ്പെടൽ ഗെയിം ഉണ്ടല്ലോ, എല്ലാവരെയും കൂടെ ആയിട്ട് വഴക്കുണ്ടാക്കി ഒറ്റപ്പെട്ട ഒരു മൂലയ്ക്ക് പോയിരുന്ന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം. ഇനി അതിനുള്ള പുറപ്പാടാണോന്നും അറിയത്തില്ല. എന്താണേലും കൊള്ളാം. പിന്നെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ഇൻട്രോയില്. ഈ കിച്ചു അവര് മകനാണെന്നും പറയുന്നില്ല രേണുസുധി, അവൻ സുധിച്ചേട്ടന്റെ മകനാണെന്നും രേണുസുധി പറഞ്ഞിട്ടില്ല. അറിയാലോ കിച്ചു രാഹുൽ എങ്ങനെയാണ് അവര് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഞാനിപ്പോ പറയാൻ കാരണം, എൻ്റെ ഒരു വീഡിയോയില് കുറച്ച് നാള് മുമ്പ് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അന്യരല്ല വീട്ടിൽ കയറി വന്ന സ്വന്തം മകനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അവരോട് ഉള്ള മറുപടിയാണിത്. ഇന്നലത്തെ ആ വീഡിയോ കണ്ടപ്പോൾ കാര്യം ഏകദേശം മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഉള്ളത് ശാരിക. അവരുടെ ഈ ഇന്റർവ്യൂസിൽ ഒരു ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് ഫുള്ള് സ്ക്രിപ്റ്റ് ആണെന്ന് അവരെ തന്നെ ലൈവില് സമ്മതിച്ചിട്ടുണ്ട്. ഈ പരസ്പരം അടി ഉണ്ടാക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും എഴുന്നേറ്റ് പോകുന്നതൊക്കെ വെറും സ്ക്രിപ്റ്റ് ആണെന്ന് അവര് തന്നെ ലൈവില് സമ്മതിച്ചു. ആ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ. ഇനി പുറത്തിറങ്ങി കഴിയുമ്പോ എന്താവോ എന്തോ. വായി തോന്നിയത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. ഇവർക്ക് അറിയാം ഇത് ലൈവാണ്, പുറത്തു പോവും, എല്ലാം അറിയാം. എന്നിട്ടും അവര് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും, നാട്ടുകാരെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയുടെ പിന്നെ വരാം. ടാറ്റാ.